പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻ എക്സാമിനേഷൻ? പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്തെന്ന് കരുതുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കുന്നത് സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. 216 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യ നൃത്തം അവതരിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ കലാകാരി പേരറിഞ്ഞിരിക്കണം വിദുഷി വി ദീക്ഷയാണ്. 216 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കലാകാരിയാണ് വിദുഷി വി ദീക്ഷ. ക്ലാസിക് ഡാൻസ് രംഗത്ത് ശ്രദ്ധേയമായ കലാകാരിയാണ് ഈ വിദുഷി വി ദീക്ഷ എന്ന് പറയുന്നത്. 216 മണിക്കൂർ 9 ദിവസം തുടർച്ചയായിട്ട് എന്ത് ചെയ്തു? ഭരതനാട്യ നൃത്തം അവതരിപ്പിച്ചു. ഭരതനാട്യ ശൈലിയിലെ വിവിധ നൃത്ത ചുവടുകളാണ് അവതരണത്തിൽ വിദുഷി വി ദീക്ഷ അവതരിപ്പിച്ചത്. ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് വിദുഷി വി ദീക്ഷയുടെ നേട്ടം ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു. ഇതിലൂടെ അവർ എന്ത് ചെയ്തു? ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തത്തിന്റെ മഹത്വം ലോകത്തിന് മുന്നിൽ എത്തിച്ചു. നമുക്കറിയാം, അവരുടെ പ്രകടനം ഭരതനാട്യം കലയുടെ സമർപ്പണത്തിന്റെയും ആത്മാർത്ഥതയുടെയും ഉദാഹരണമായിട്ട് കണക്കാക്കപ്പെടുന്നു. അറിഞ്ഞിരിക്കണം, 216 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യ നൃത്തം അവതരിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ കലാകാരിയാണ് വിദുഷി വി ദീക്ഷ. അടുത്തത്, കേരളത്തിൽ നിന്ന് ആദ്യമായി ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് തൈ ഇനങ്ങളാണ്. അറിഞ്ഞിരിക്കണം, കരിമുണ്ടയും പന്നിയൂർ വണ്ണുമാണ് ഉഗാണ്ടയിലേക്കാണ്, ആഫ്രിക്കൻ കൺട്രിയായ ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് തൈ ഇനങ്ങളാണ്. കേരളത്തിൽ നിന്നാണ് കരിമുണ്ടയും പന്നിയൂർ വണ്ണും. പരമ്പരാഗതവും ഉത്പാദന ശേഷിയുമുള്ള കേരളത്തിലെ കുരുമുളക് ഇനമാണ് കരിമുണ്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പന്നിയൂർ വണ്ണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കേരള കൃഷി വിജ്ഞാന സർവകലാശാല വികസിപ്പിച്ച ഉയർന്ന വിളവെടുപ്പ് നൽകുന്ന ഹൈബ്രിഡ് ഇനമാണ് പന്നിയൂർ വണ്ണെന്ന് പറയുന്നത്. ഈ കയറ്റുമതി കേരളത്തിലെ കുരുമുളക് കർഷകരുടെ അന്താരാഷ്ട്ര വിപണി സാധ്യതകളൊക്കെ ഈ കുരുമുളകിന്റെ കയറ്റുമതി കേരളത്തിലെ കുരുമുളക് കർഷകരുടെ അന്താരാഷ്ട്ര വിപണി സാധ്യതകളൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അടുത്തത്, ഇന്ത്യയിൽ 2024-25 വർഷത്തിൽ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം അറിഞ്ഞിരിക്കുന്നവരുടെ ആന്ധ്രാപ്രദേശാണ്. മറ്റു സംസ്ഥാനങ്ങളുടെ പേര് ഗുജറാത്തെന്നോ കേരളമെന്നോ ഒന്നും എഴുതരുത്. ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ 2024-25 വർഷത്തിൽ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ 1-ാം സ്ഥാനത്തുള്ളത്. ആന്ധ്രാപ്രദേശ് ഏകദേശം $2536.77 മില്യൺ മൂല്യമുള്ള കയറ്റുമതിയാണ് നടത്തിയത്. തമിഴ്നാടാണ് 2-ാം സ്ഥാനം. 1-ാം സ്ഥാനം ആന്ധ്രാപ്രദേശ്. കയറ്റുമതി മൂല്യം തമിഴ്നാടിന്റെ $840.11 മില്യൺ ആയിരുന്നു. ആന്ധ്രാപ്രദേശ് രാജ്യത്തെ ചെമ്മീൻ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായി മാറിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം. 2025 സെപ്റ്റംബർ 2 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിപ്പുകളുടെ ആദ്യ സെറ്റ് കൈമാറി. ആരായിരുന്നു? കേന്ദ്രമന്ത്രിയായ അശ്വിനി വൈഷ്ണവാണ്. അപ്പോൾ ഈ ചിപ്പ് ഏതാണെന്നറിയണം. സെമി കണ്ടക്ടർ ചിപ്പാണ്. വിക്രം 32 ആണ്. 32 ബിറ്റ് മൈക്രോ പ്രോസസർ ആണ്. വിക്രം 32 ബിറ്റ് മൈക്രോ പ്രോസസർ ആണ്. ഇത് വിക്രം ചിപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. 32 ബിറ്റ് ISRO സെമി കണ്ടക്ടർ ലബോറട്ടറിയും വിക്രം സാരാഭായ് സെന്ററും കൂടി സംയുക്തമായി നിർമ്മിച്ചതാണ് ഈ ചിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ അല്ലെ മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പുകളുടെ ആദ്യ സെറ്റാണത്. നമുക്കറിയാം, ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയാണ് ആര്? അശ്വിനി വൈഷ്ണവ് അല്ലേ? 39ാമത് മന്ത്രിയാണ്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിന്റെ മന്ത്രി കൂടിയാണ് അദ്ദേഹം. ഒഡീഷയെ പ്രതിനിധീകരിക്കുന്ന രാജ്യസഭ അംഗമാണ് ആര്? അശ്വിനി വൈഷ്ണവ്. ഓക്കെ അല്ലേ? അപ്പോൾ അശ്വിനി വൈഷ്ണവാണ് പ്രധാനമന്ത്രിക്ക് ആ ചിപ്പ് കൈമാറിയത്. ഈ ചിപ്പുകൾ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ദേശീയ സെമി കണ്ടക്ടർ ചിപ്പാണ്. അതറിഞ്ഞിരിക്കണം. വിക്രം 32 ബിറ്റാണ് ആ പേര്, മറന്നു പോകരുത്. വിക്രം എന്നാണ് ആ ചിപ്പിന്റെ പേര്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം.
2025 സെപ്റ്റംബർ 2 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ UAE ഇന്ത്യയുടെ അടുത്ത അംബാസിഡറായി നിയമിച്ചത് ഡോക്ടർ ദീപക് മിത്തലിനെയാണ്. 2025 സെപ്റ്റംബർ 2 UAE അംബാസിഡറായി നിയമിച്ചത് ഡോക്ടർ ദീപക് മിത്തലിനെ. വിദേശകാര്യ സേവനത്തിലെ ഇന്ത്യൻ ഫോറിൻ സർവീസിലെ IFSലെ പരിചയസമ്പന്നനായ ഉദ്യോഗസ്ഥനാണ് ഈ ഡോക്ടർ ദീപക് മിത്തൽ എന്ന് പറയുന്നത്. UAE ഇന്ത്യൻ സമൂഹവും വ്യാപാര ബന്ധങ്ങളും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഡോക്ടർ ദീപക് മിത്തലിന്റെ പ്രധാന ഉത്തരവാദിത്യം. ഇന്ത്യ UAE ബന്ധങ്ങൾ കൂടുതൽ വളർത്തുന്നതിൽ അദ്ദേഹത്തിന്റെ നിയമനം, ആരുടെ നിയമനമാണ്? ഡോക്ടർ ദീപക് മിത്തലിന്റെ നിയമനം നിർണായകമാണ്. അപ്പൊ UAEയുടെ അടുത്ത അംബാസിഡർ ആരുടെ? നിലവിലത്തെ ഡോക്ടർ ദീപക് മിത്തൽ. അടുത്തത്, വിയറ്റ്നാം 80ാം സ്വാതന്ത്ര്യ വാർഷികം ആഘോഷിച്ചു. ഒരു മഹത്തായ സൈനിക പരേഡോടുകൂടിയാണ് വിയറ്റ്നാം എന്ത് ചെയ്തത്? 80ാം സ്വാതന്ത്ര്യ വാർഷികം ആഘോഷിച്ചത്. അത് ഹനോയിലാണ് ആഘോഷിച്ചത്. ദേശീയ ഐക്യവും സൈനിക ശക്തിയും ലോകത്തിനു മുന്നിൽ പ്രകടിപ്പിക്കുക എന്നതായിരുന്നു 80ാം സ്വാതന്ത്ര്യ വാർഷികത്തില് ആ സൈനിക പരേഡിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വിയറ്റ്നാമിന്റെ ചരിത്രവും സ്വാതന്ത്ര്യ സമര പൈതൃകവും ഒക്കെ ഉയർത്തിക്കാട്ടിയിട്ടുള്ളതായിരുന്നു ഹനോയിൽ സംഘടിപ്പിച്ച ആ സൈനിക പരേഡിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിയറ്റ്നാമിന്റെ പ്രസിഡന്റിന്റെ പേരറിഞ്ഞിരിക്കുന്ന ലുങ് കുങ് ആണ് വിയറ്റ്നാമിന്റെ പ്രസിഡന്റ്. നമുക്കറിയാം, അടുത്തിടെ അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പം ഉണ്ടായി. 800ഓളം പേരാണ് ആ ഭൂകമ്പത്തില് മരണമടഞ്ഞത്. ഭൂകമ്പം 2025 ഓഗസ്റ്റ് അവസാനത്തോടു കൂടിയാണ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായത്. റിക്ടർ സ്കെയിലില് 6.4 മുതൽ 6.5 മാഗ്നിറ്റ്യൂഡായിരുന്നു ഭൂകമ്പം. ഹെറാത്ത് പ്രവിശ്യ, അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്ത് പ്രവിശ്യയാണ് ഈ ഭൂകമ്പം ഏറ്റവും അധികം ബാധിക്കപ്പെട്ടത്. ഈ ഭൂകമ്പം കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ അഫ്ഗാനിസ്ഥാൻ, അതിന് തൊട്ടു മുമ്പുള്ള വർഷങ്ങളിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ആ ദുരന്തത്തോടൊപ്പം ഉണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ഭൂകമ്പത്തെ കണക്കാക്കുന്നത്. ഓക്കെ, ICC വനിതാ ഏകദിന ലോകകപ്പ് ചാമ്പ്യന്മാരുടെ പുതുക്കിയ സമ്മാന തുകയാണ്. ഇതൊക്കെ ചോദിച്ച് കളയും. 39.55 കോടി രൂപ. ഈ റീസെന്റ് നടന്നൊരു ഡിഗ്രി ലെവൽ എക്സാമിനേഷന്, അതായത് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്, NCA പോസ്റ്റിലേക്കുള്ള, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കുള്ള സ്പോർട്സ് വിഭാഗത്തിൽ ചോദിച്ചതാണ്. വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമ്പോൾ വിരാട് കോഹ്ലിയുടെ റൺ എത്രയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ICC വനിതാ ഏകദിന ലോകകപ്പ് ചാമ്പ്യന്മാരുടെ പുതുക്കിയ സമ്മാന തുക 39.55 കോടി രൂപയാണ്. തൊട്ടു മുമ്പത്തെ ലോകകപ്പിൽ 2022 ലോകകപ്പ് പ്രകാരം 11.65 കോടി മാത്രമായിരുന്നു. ഇപ്പോഴാണത് 39.55 കോടി രൂപയാക്കി മാറ്റിയത്. അതായത് 297% വർധനയാണ് ഉണ്ടായത്. ഇതോടെ വനിതാ ലോകകപ്പിന്റെ സമ്മാന തുക പുരുഷന്മാരുടെ 2023 ലോകകപ്പ് ഉണ്ടായിരുന്നു, അതിനേക്കാൾ കൂടുതലായി. അടുത്തത്, നമുക്കറിയാം, ലോക നാളികേര ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 2 നമ്മൾ ആചരിക്കുന്ന ലോക നാളികേര ദിനം. 2025 നാളികേര ദിനത്തിന്റെ പ്രമേയം ചോദിച്ചു കഴിഞ്ഞാൽ ആഗോള പ്രവർത്തനത്തിന് പ്രചോദനം നൽകുന്ന നാളികേരത്തിന്റെ ശക്തി കണ്ടെത്തൽ എന്നതാണ് 2025 സെപ്റ്റംബർ 2 ലോക നാളികേര ദിനത്തിന്റെ പ്രമേയം. എന്താണ്? ആഗോള പ്രവർത്തനത്തിന് പ്രചോദനം നൽകുന്ന നാളികേരത്തിന്റെ ശക്തി കണ്ടെത്തൽ. ഓക്കെ അല്ലേ? ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സെപ്റ്റംബർ 2 ലോക നാളികേര ദിനാചരണത്തിന്റെ ലക്ഷ്യം നാളികേരത്തിന്റെ സാമ്പത്തിക, ആരോഗ്യ, സാംസ്കാരിക പ്രാധാന്യം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. നാളികേരത്തിന്റെ ആഗോള ഉത്പാദനത്തിലും കയറ്റുമതിയിലും നമുക്കറിയാം ഇന്ത്യ മുൻപന്തിയിൽ വരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അടുത്തത്, UK ഏത് നഗരത്തിലാണ് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UK യുണൈറ്റഡ് കിങ്ഡത്തിലെ ലിവർപൂളിലാണ്. ലിവർപൂളിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിന് തയ്യാറായിട്ടാണ് ഇന്ത്യൻ ബോക്സർമാർ, പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് പുതിയ ബോഡിയിലുള്ള ആദ്യ ലോകകപ്പ് ബോക്സിംഗ് ആണ് നടക്കാൻ പോകുന്ന. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പാണ് UK ലിവർപൂളിലാണ്. അടുത്തത്, അധിനിവേശ സെന്ന സ്പെക്ടിബിലസ്
ഇതിനെ ഉന്മൂലനം ചെയ്യുന്നതിന് മുന്നിലുള്ള സംസ്ഥാനമാണ് കേരളം. ഈ സെന്ന സ്പെക്ടിബുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധിനിവേശ സസ്യമാണ്. വന്യജീവി സങ്കേതങ്ങൾക്കും ജീവവൈവിധ്യത്തിനുമൊക്കെ ഭീഷണി ഉയർത്തുന്ന ഒരു സസ്യമാണ് സെന്ന സ്പെക്ടിബുലസ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കേരളമാണ് അതിനെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള നടപടികളൊക്കെ ആരംഭിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ വയനാട്, അതേപോലെ സൈലന്റ് വാലി പോലെയുള്ള വനമേഖലകളിൽ ഇതിന്റെ പ്രവർത്തനമൊക്കെ നടപ്പിലാക്കി തുടങ്ങി. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകണം. സംസ്ഥാന PSCകളുമായി മികച്ച രീതികൾ, അതായത് പബ്ലിക് സർവീസ് കമ്മീഷനാണ്, സംസ്ഥാന PSCകളുമായി മികച്ച രീതികൾ പങ്കിടുന്നതിനായി ഒരു സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥാപനം നമ്മുടെ സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അതായത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കാനായിട്ട് തുടങ്ങുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ PSCകളുമായിട്ട് മികച്ച രീതികൾ പങ്കിടുന്നതിന് വേണ്ടിയിട്ടാണ് സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുന്നത്. മറ്റ് ദേശീയ റിക്രൂട്ട്മെന്റ് ബോഡികൾ എന്നിവയ്ക്ക്, അതേപോലെ PSCകൾ, അതേപോലെ മറ്റ് ദേശീയ റിക്രൂട്ട്മെന്റ് ബോഡികൾ എന്നിവയ്ക്ക് പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇതിന്റെ ലക്ഷ്യം രാജ്യത്തെ വിവിധ കമ്മീഷനുകൾക്കും സ്ഥാപനങ്ങൾക്കും ഇത് പ്രയോജനകരമാകും. ഭരണകാര്യങ്ങളിൽ നവീന സമീപനങ്ങളും കാര്യക്ഷമതയൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതും ഇവയുടെ പ്രധാന ലക്ഷ്യമാണ്. 2025 സെപ്റ്റംബർ 22 മുതൽ GST കൗൺസിൽ എത്ര നികുതി സ്ലാബുകളാക്കി ലളിതമാക്കിയിരിക്കുന്നു. പണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിലൊക്കെ പറയുമായിരുന്നു ഗബ്ബർ ടാക്സ് എന്ന് പറഞ്ഞിരുന്ന GST അല്ലേ. ഇപ്പോൾ ആ GST മെയിനായിട്ട് എത്ര സ്ലാബ് എന്ന് വെച്ചാൽ 3 സ്ലാബുണ്ട്. 2 എഴുതി കളയരുത്, കാരണം 40% ഒരു സ്ലാബും കൂടി ഉണ്ട്. അത് ആഡംബര വസ്തുക്കൾക്കാണ്. മെയിനായിട്ട് വരുന്നത് 5%, 18%. 2025 സെപ്റ്റംബർ 22 മുതലാണ് GST കൗൺസിൽ പുതിയ തീരുമാനം നടപ്പിലാക്കിയത്. GST സ്ലാബുകളിൽ 4 നിന്ന് 2 കുറയ്ക്കുകയാണ്. നോർമലായിട്ടുള്ള 5%, 18%, 12%, 28% നീക്കം ചെയ്തു. പക്ഷേ സിൻ പ്രൊഡക്ട്സ്, അതായത് പാപകരമായിട്ടുള്ള വസ്തുക്കൾ, അതായത് നമ്മൾ ചൂതാട്ടം, അതായത് ലോട്ടറിക്കകത്ത് വരുന്നതാണ്, മദ്യം, പഞ്ചസാര പാനീയങ്ങൾ, ആഡംബര വസ്തുക്കൾ എന്നിവയുടെയൊക്കെ സ്ലാബ് 40%. അതും കൂടി അറിഞ്ഞിരിക്കണം. എക്സാമിന് സ്റ്റേറ്റ്മെന്റിലൊക്കെ ഇത് ഉൾപ്പെടെ നമ്മൾ 5%, 18% മാത്രം ഓർത്തിരുന്നാൽ പോരാ. ഈ 40% സ്ലാബ് അറിഞ്ഞിരിക്കണം. ഇനിയുള്ള എക്സാംസിനൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. GSTയുമായിട്ട് ബന്ധപ്പെട്ട് അവശ്യ വസ്തുക്കൾ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ വസ്തുക്കൾ എന്നിവയുടെ GST എന്ന് പറയുന്നത് ഈട് നിൽക്കുന്ന വസ്തുക്കൾക്ക് 18%. ബജറ്റുകൾ ലഘൂകരിക്കുക, ആവശ്യം വർദ്ധിപ്പിക്കുക, ചെറുകിട വ്യവസായങ്ങളെ സഹായിക്കുകയൊക്കെയാണ് ഈ പരിഷ്കരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. GST സെപ്റ്റംബർ 22 മുതലാണ് പരിഷ്കരിച്ച GST നടപ്പിലാക്കിയത്. അടുത്തത്, ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി കൈകോർക്കുന്ന കമ്പനികളാണ് ടാറ്റയും മെർക്കും. ടാറ്റയും മെർക്കുമാണ് ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി കൈകോർക്കുന്ന കമ്പനികൾ. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ദൗത്യത്തെ പിന്തുണയ്ക്കുന്നതിനായി ടാറ്റ എന്ത് ചെയ്യുന്നുണ്ട്? ടാറ്റ ഇലക്ട്രോണിക്സും മെർക്കും ധാരണാപത്രത്തിലൊക്കെ ഒപ്പുവെക്കുകയും ഉയർന്ന ശുദ്ധതയുള്ള വസ്തുക്കളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപകരണങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ മെർക്കാണ് വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രാദേശിക വിതരണ ശൃംഖലകൾ, വെയർഹൌസിംഗ്, പ്രതിഭാ വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത്, 2025 ദേശീയ അധ്യാപക അവാർഡുകൾക്കായി എത്ര അധ്യാപകരെയാണ് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് 45 അധ്യാപകരെയാണ് തിരഞ്ഞെടുത്തത്. 2025 ദേശീയ അധ്യാപക അവാർഡുകളുടെ 45 വിജയികളെയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ നമുക്കറിയാം അധ്യാപക ദിനമായിട്ട് ആഘോഷിക്കുന്ന സെപ്റ്റംബർ 5-നാണെന്ന്. ഈ സെപ്റ്റംബർ 5-നാണ് ഈ ചടങ്ങ് നടന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെയും മേഖലകളിലെയൊക്കെ അധ്യാപകർ ഇതിൽ ഉൾപ്പെടുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ സമർപ്പണവും നവീന സംഭാവനകളൊക്കെ പരിഗണിച്ചാണ് ഈ 45 അധ്യാപകരെ എന്ത് ചെയ്തത്? ദേശീയ അധ്യാപക അവാർഡുകൾക്കായിട്ട് തെരഞ്ഞെടുത്തത്. അവാർഡ് നേടിയതിൽ 27 സംസ്ഥാനങ്ങളിൽ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ, 6 സംഘടനകൾ എന്നിവയിൽ നിന്നുള്ള 24 പുരുഷന്മാരും 21 സ്ത്രീകളുമാണ്. ആ എണ്ണം കൂടി അറിഞ്ഞിരിക്കണം. UP, മഹാരാഷ്ട്ര, മധ്യപ്രദേശും ബീഹാർ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് 2 വീതം വിജയികളും ഉണ്ടായിരുന്നു. അത് അറിഞ്ഞിരിക്കണം.
അടുത്തത് ലൂയിസ് എച്ച് സള്ളിവന്റെ പൈതൃകത്തെ ആദരിച്ച് സെപ്റ്റംബർ 3 ആചരിക്കുന്ന ദിനമാണ് സ്കൈ സ്ക്രാപ്പർ ദിനം. എന്താണ്? സ്കൈ സ്ക്രാപ്പർ ദിനമാണ്. ലൂയിസ് എച്ച് സള്ളിവന്റെ പൈതൃകത്തെ ആദരിച്ച് സെപ്റ്റംബർ 3 ആചരിക്കുന്ന ദിനമാണ്. വർഷം തോറും സെപ്റ്റംബർ 3 സ്കൈ സ്ക്രാപ്പർ ദിനം ആചരിക്കുന്നത്. സ്കൈ സ്ക്രാപ്പർ കെട്ടിടങ്ങളുടെ പിതാവാണ് ലൂയിസ് എച്ച് സള്ളിവൻ. ഓക്കെ, സ്കൈ സ്ക്രാപ്പർ കെട്ടിടങ്ങളുടെ പിതാവാണ് ലൂയിസ് എച്ച് സള്ളിവൻ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് സ്കൈ സ്ക്രാപ്പർ ദിനമായിട്ട് ആചരിക്കുന്നത്. ഡിസൈനിലെ രൂപം പ്രവർത്തനത്തെ പിന്തുടരുന്നു എന്ന തത്വം, ഡിസൈനിൽ രൂപം എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തനത്തെ പിന്തുടരുന്നു എന്ന തത്വം ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് ആരാടെ? ലൂയിസ് എച്ച് സള്ളിവനാണ്. സ്കൈ സ്ക്രാപ്പർ കെട്ടിടങ്ങളുടെ പുരോഗതിയും കാര്യക്ഷമതയും അഭിമാനവും ടൂറിസം എന്നിവയുടെയൊക്കെ പ്രതീകപ്പെടുത്തുന്നത് കൂടിയാണ് അത്. അടുത്തത് ബാറ്ററി മാലിന്യവും മാലിന്യവും ഉപയോഗിച്ച് നിർണായക ധാതുക്കളുടെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1500 കോടി രൂപയുടെ പ്രോത്സാഹന പദ്ധതിക്ക് അംഗീകാരം നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ നൽകിയിരുന്നു. നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷന്റെ കീഴിലാണ് പദ്ധതി. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ബാറ്ററി മാലിന്യവും മാലിന്യത്തിൽ നിന്നും നിർണായക വസ്തുക്കൾ പുനരുപയോഗിക്കുകയാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. ധാതു ഇറക്കുമതി ആശ്രയം കുറയ്ക്കാനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. ശാശ്വത വികസനത്തെയും ഹരിതോർജ മേഖലയെയും പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു തീരുമാനം കൂടിയാണ് ബാറ്ററി മാലിന്യവും മാലിന്യവും ഉപയോഗിച്ച് നിർണായക ധാതുക്കളുടെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അടുത്തത് തുടർച്ചയായി 7 വർഷവും NIRF റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടിയ സ്ഥാപനമാണ് IIT മദ്രാസ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് ആണ്. തുടർച്ചയായി 7-ാം തവണയാണ് IIT മദ്രാസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിംഗ് ഫ്രെയിം വർക്കിന്റെ 1-ാം സ്ഥാനം കരസ്ഥമാക്കുന്നത്. വിദ്യാഭ്യാസ നിലവാരവും ഗവേഷണ സംഭാവനയും നവീകരണ പ്രവർത്തനങ്ങളും എന്നിവയൊക്കെയാണ് ഇവയുടെ വിജയത്തിന്റെ അടിസ്ഥാനം. രാജ്യത്തെ മറ്റ് പ്രമുഖ IIT-കളും സർവകലാശാലയും ഒക്കെ മത്സരത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഐക്യരാഷ്ട്രസഭ യോഗത്തിന് മുന്നോടിയായി ആഗോള മാനസികാരോഗ്യ പ്രതിസന്ധിയെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തിറക്കിയത് ലോകാരോഗ്യ സംഘടനയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് ഐക്യരാഷ്ട്രസഭ യോഗത്തിന് തൊട്ടു മുന്നോടിയായിട്ട് ആഗോള മാനസിക ആരോഗ്യ പ്രതിസന്ധിയെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തിറക്കിയത്. WHO വേൾഡ് മെന്റൽ ഹെൽത്ത് ടുഡേ, മെന്റൽ ഹെൽത്ത് അറ്റ്ലസ് 2024 എന്നിവ പുറത്തിറക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ 1 ബില്യണിലധികം ആൾക്കാർ മാനസിക വൈകല്യങ്ങളുമായി ജീവിക്കുന്നു എന്ന് ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് സമർപ്പിച്ചു. 100 മരണങ്ങളിൽ തന്നെ ഒരെണ്ണം ആത്മഹത്യക്ക് കാരണമാകുന്നുണ്ട്. 3-2 കേസുകളും ഉത്കണ്ഠയും വിഷാദവും. യുവാക്കളാണ് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും അടിമകളാകുന്നതെന്നും വിഭവ വിടവുകളും വർദ്ധിച്ചു വരുന്ന ചിലവുകളും ആഗോളതലത്തിലെ അടിയന്തര നയ ആവശ്യങ്ങളൊക്കെ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ രാഷ്ട്രത്തലവന്മാരുടെ കൗൺസിലിന്റെ 25ാമത് യോഗം ചൈനയിലെ ടിയാൻജിലാണ് നടന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ സെപ്റ്റംബർ 2025 ആനുകാലിക വിവരങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അല്ലെങ്കിൽ മനസ്സിലാക്കിയത് ഇതെന്തായാലും നിങ്ങൾക്ക് തുടർന്നുള്ള എക്സാമിനെല്ലാം പ്രയോജനം ചെയ്യും. ഈ സെപ്റ്റംബർ 2025 ആനുകാലികങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ് തുടരുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാ SCERT പുതിയ പാഠപുസ്തകങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ് ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ, നിങ്ങളുടെ കൂട്ടുകാർക്കായി ചാനൽ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.